എക്സലൻ്റ് അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒട്ടേറെ കുടുംബങ്ങളിൽ നിലനിൽക്കുന്ന ഒരു തെറ്റായ ധാരണയെ തുറന്നു കാട്ടുകയാണ് ഈ വീഡിയോ. നക്ഷത്രപാതദോഷങ്ങളെ തെറ്റായ രീതിയിലാണ് പലരും മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത് പല കുടുംബങ്ങളിലും ശാന്തിയും സമാധാനവും നഷ്ടപ്പെടുത്തുന്നു. അന്ധവിശ്വാസങ്ങളിൽ കുടുങ്ങി ഒട്ടേറെ പേർക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന അറിവ് ലഭിച്ചതുകൊണ്ടാണ് ഇത്തരം ഒരു വീഡിയോ തയ്യാറാക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. ഈ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾക്ക് പ്രചോദനം നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരിക്കലും അന്ധവിശ്വാസങ്ങളെയോ അനാചാരങ്ങളെയോ പ്രോത്സാഹിപ്പിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. അത്തരം സാഹചര്യങ്ങളിൽ നിന്നും സജ്ജനങ്ങളെ മാറ്റി നിർത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. 1. നക്ഷത്രപാതദോഷം. 2. പരിഹാര മാർഗങ്ങൾ ചെയ്യേണ്ട ക്ഷേത്രങ്ങൾ. 3. ഓരോ നക്ഷത്രക്കാരുമായും ബന്ധപ്പെട്ട ക്ഷേത്രങ്ങൾ. എന്താണ് നക്ഷത്രപാതദോഷം? മുൻജന്മങ്ങളിൽ ചെയ്ത നല്ലതും ചീത്തയുമായ കർമ്മങ്ങളുടെ ഫലമാണ് നമ്മുടെ ഗ്രഹനില. അത് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എന്തു ചെയ്തു എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അതിൻ്റെ ശിക്ഷ അനുഭവിക്കാനുള്ളതല്ല ഈ ജന്മം. പലരും അതറിയാതെ മുൻജന്മത്തിലെ തെറ്റുകൾ ഇവിടെയും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അവർക്ക് ജീവിതത്തിൽ ദോഷകാഠിന്യങ്ങൾ കൂടിക്കൂടി വരുന്നത്. അത്തരത്തിലൊരു ദോഷമാണ് നക്ഷത്രങ്ങളുടെ പാദദോഷം. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ദുഷ് എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ദോഷം എന്ന വാക്ക് ഉത്ഭവിച്ചിട്ടുള്ളത്. കഷ്ടത, മോശം എന്നും ഇതിനർത്ഥം ഉണ്ട്. നക്ഷത്രപാതദോഷത്തിൽ ഒരു കുട്ടി ജനിക്കുന്നത് ഒരിക്കലും ആ കുട്ടിയുടെ തെറ്റുകൊണ്ടല്ല, മറിച്ച് അതാരാണോ അനുഭവിക്കേണ്ടത് അവരുടെ മുൻ ജന്മകർമ്മങ്ങളുടെ ഫലമാണ്. അത്തരക്കാരുടെ ജാതകം പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ജാതകവശാൽ അവർക്ക് നല്ല സമയം, പക്ഷേ ഫലത്തിൽ വരുന്നില്ല. അതിന് കാരണം ഈ മുൻജന്മദോഷങ്ങൾ കിടക്കുന്നതുകൊണ്ടാണ്. അത് ഓർമ്മിപ്പിക്കുന്നതിനും ആ വ്യക്തിയെ ഈശ്വര സന്നിധിയിലേക്ക് അടുപ്പിക്കുന്നതിനുമാണ് ആ കുടുംബത്തിൽ പാദദോഷമുള്ള കുട്ടികൾ പിറക്കുന്നത്. ഇത്തരം പാദദോഷങ്ങളിൽ കുട്ടികൾ ജനിക്കുന്നത് മാതാപിതാക്കൾ മുൻജന്മങ്ങളിൽ ചെയ്ത കർമ്മദോഷങ്ങളുടെ ഫലമായാണ്. ഈ ജന്മം ഈശ്വരചിന്തയോടുകൂടി കഴിച്ചുകൂട്ടുവാനാണ് ജഗതീശ്വരൻ അത്തരം കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് തരുന്നത്. ഇത്തരം പാദദോഷങ്ങളെ ഭയപ്പെടാതെ ഈശ്വരചിന്തയോടുകൂടി തന്നെ ജീവിക്കുക. അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും ഏർപ്പെട്ട് പണവും മാനഹാനിയും വരുത്തി വയ്ക്കരുത്. ഈ രക്ഷകർത്താക്കൾ അവരുടെ ജന്മനക്ഷത്രത്തിന് പറഞ്ഞിട്ടുള്ള ദേവതയുടെ ക്ഷേത്രത്തിൽ ജന്മനക്ഷത്ര ദിവസം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കണം. ഏതൊക്കെ നക്ഷത്രത്തിലാണ് പാദദോഷം വരുന്നതെന്ന് നമുക്ക് നോക്കാം. ചന്ദ്രനും ലഗ്നവും ഗ്രഹനിലയിൽ ഒരേ രാശിയിൽ വരികയും അത് ഭരണി നക്ഷത്രത്തിൽ 1-ാം പാദത്തിലോ 2-ാം പാദത്തിലോ ജനിക്കുകയും ചെയ്താൽ പാദദോഷം എന്ന് പറയാം. ഈ പാദങ്ങളിൽ പുത്രൻ ജനിച്ചാൽ പിതാവും പുത്രി ജനിച്ചാൽ മാതാവും ഈശ്വര ചിന്തയോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ഭാര്യയും ഭർത്താവും ഉമാമഹേശ്വര സങ്കല്പമായതിനാൽ രണ്ടുപേരും ചേർന്ന് വേണം ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കേണ്ടത്. ഇത് കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് ഉത്തമമാണ്. ചന്ദ്രനും ലഗ്നവും കർക്കിടകൻ രാശിയിലും ജനനം കൃഷ്ണപക്ഷത്തിലും നക്ഷത്രം പൂയവുമാണെങ്കിൽ പാദദോഷമുണ്ട്. 1-ാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ ജാതകനും 2-ാം പാദത്തിൽ പിതാവും 3-ാം പാദത്തിൽ മാതാവും 4-ാം പാദത്തിൽ അമ്മാവനും അവരവരുടെ ജന്മനക്ഷത്ര ദിവസത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കണം. അന്നേ ദിവസം പ്രഥമ തീയതിയും ബുധനാഴ്ചയുമാണെങ്കിൽ ജാതക പരിശോധന നടത്തി അതിൽ കാണുന്ന വഴിപാടുകൾ കൂടി ചെയ്യണം. ചന്ദ്രനും ലഗ്നവും ഒരേ രാശിയിലും നക്ഷത്രം ആയില്യവും ജനിക്കുന്നത് ആയില്യം 3-ാം പാദത്തിലോ 4-ാം പാദത്തിലോ ആണെങ്കിൽ പാദദോഷം പറയാം. 3-ാം പാദത്തിൽ ജനിച്ചാൽ മാതാവും 4-ാം പാദത്തിൽ ജനിച്ചാൽ പിതാവും അവരവരുടെ ജന്മനക്ഷത്ര ദിവസത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കണം. ചന്ദ്രനും ലഗ്നവും ഒരേ രാശിയിൽ വരികയും പൂരം നക്ഷത്രത്തിൽ 1-ാം പാദത്തിൽ ജനിക്കുകയും ചെയ്താൽ പാദദോഷം പറയാം.
ഒന്നാം പാദത്തിൽ പുത്രനാണ് ജനിക്കുന്നതെങ്കിൽ പിതാവും, പുത്രിയാണ് ജനിക്കുന്നതെങ്കിൽ മാതാവും അവരവരുടെ ജന്മനക്ഷത്ര ദിവസത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കണം. ചന്ദ്രനും ലഗ്നവും ചിങ്ങൻ രാശിയിൽ വരികയും ഉത്രം നക്ഷത്രം ഒന്നാം പാദത്തിൽ ജനിക്കുകയും ചെയ്താൽ പാദദോഷം പറയാം. പുത്രനാണ് ജനിക്കുന്നതെങ്കിൽ പിതാവും, പുത്രിയാണ് ജനിക്കുന്നതെങ്കിൽ മാതാവും അവരവരുടെ ജന്മനക്ഷത്ര ദിവസത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കണം. ചന്ദ്രനും ലഗ്നവും കന്നി രാശിയിൽ വരികയും അത്തം നക്ഷത്രത്തിൽ ജനിക്കുകയും ചെയ്താൽ പാദദോഷം പറയാം. ഒന്നാം പാദത്തിൽ പുത്രൻ ജനിച്ചാൽ പിതാവും, രണ്ടാം പാദത്തിൽ അമാവാസി ദിനത്തിൽ ാണെങ്കിൽ അമ്മാവനും, മൂന്നാം പാദത്തിൽ ജാതകനും, നാലാം പാദത്തിൽ മാതാവും അവരവരുടെ ജന്മനക്ഷത്ര ദിവസത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കണം. ചന്ദ്രനും ലഗ്നവും കന്നിരാശിയിൽ വരികയും അത്തം നക്ഷത്രത്തിൽ ജനിക്കുകയും അന്നേ ദിവസം അമാവാസിയുമായാൽ ജാതക പരിശോധന നടത്തി അതിൽ കാണുന്ന വഴിപാടുകൾ കൂടി ചെയ്യണം. അന്നേ ദിവസം ചൊവ്വാഴ്ചയും സപ്തമി തിഥിയും കൂടി ചേർന്ന് വന്നാൽ ജാതക പരിശോധന നടത്തി അതിൽ കാണുന്ന വഴിപാടുകൾ കൂടി ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ചന്ദ്രനും ലഗ്നവും തുലാൻ രാശിയിൽ വരികയും ചിത്തിര നക്ഷത്രം മൂന്നാം പാദത്തിൽ ജനിക്കുകയും ചെയ്താൽ പാദദോഷം പറയാം. മൂന്നാം പാദത്തിൽ പുത്രനാണ് ജനിച്ചതെങ്കിൽ പിതാവും, പുത്രിയാണ് ജനിക്കുന്നതെങ്കിൽ മാതാവും അവരവരുടെ ജന്മനക്ഷത്ര ദിവസത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കണം. ചന്ദ്രനും ലഗ്നവും വൃശ്ചികൻ രാശിയിൽ വരികയും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിക്കുകയും ചെയ്താൽ പാദദോഷം പറയാം. ഒന്നാം പാദത്തിൽ ജനിച്ചാൽ ജ്യേഷ്ഠനും, രണ്ടാം പാദത്തിൽ ജനിച്ചാൽ അനുജനും, മൂന്നാം പാദത്തിൽ ജനിച്ചാൽ പിതാവും, നാലാം പാദത്തിൽ ജനിച്ചാൽ മാതാവും അവരവരുടെ ജന്മനക്ഷത്ര ദിവസത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കണം. ചന്ദ്രനും ലഗ്നവും വൃശ്ചികൻ രാശിയിലാണ് വരുന്നതെങ്കിൽ തൃക്കേട്ട നക്ഷത്രത്തിലാണ് ജനിക്കുന്നതെങ്കിൽ അന്നേ ദിവസം ചൊവ്വാഴ്ചയുമായ ജാതക പരിശോധന നടത്തി അതിൽ കാണുന്ന വഴിപാടുകൾ കൂടി ചെയ്യണം. ചന്ദ്രനും ലഗ്നവും ധനുരാശിയിൽ വരികയും മൂലം നക്ഷത്രത്തിൽ ജനിക്കുകയും അന്നേ ദിവസം ഞായറാഴ്ചയുമായാൽ പാദദോഷം പറയാം. ഒന്നാം പാദത്തിൽ പിതാവും, രണ്ടാം പാദത്തിൽ മാതാവും അവരവരുടെ ജന്മനക്ഷത്ര ദിവസത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കണം. ചന്ദ്രനും ലഗ്നവും ധനുരാശിയിൽ വരികയും പൂരാടം നക്ഷത്രത്തിൽ ജനിക്കുകയും ചെയ്താൽ പാദദോഷം പറയാം. ഒന്നാം പാദത്തിൽ ജനിച്ചാൽ പിതാവും, രണ്ടാം പാദത്തിൽ ജനിച്ചാൽ മാതാവും, മൂന്നാം പാദത്തിൽ ജനിച്ചാൽ അമ്മാവനും, നാലാം പാദത്തിൽ ജനിച്ചാൽ ജാതകനും അവരവരുടെ ജന്മനക്ഷത്ര ദിവസത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കണം. അന്നേ ദിവസം ചതുർത്ഥി, നവമി, ചതുർദശി തിഥികളിൽ ഏതെങ്കിലും ആണെങ്കിലും ശനിയാഴ്ചയും ചേർന്ന് വന്നാൽ ജാതക പരിശോധന നിർബന്ധമായും നടത്തി അതിൽ കാണുന്ന വഴിപാടുകൾ കൂടി ചെയ്യുവാൻ മറക്കരുത്. പരിഹാരമാർഗങ്ങൾ ചെയ്യേണ്ട ക്ഷേത്രങ്ങളാണ് നമ്മൾ രണ്ടാമത് നോക്കുന്നത്. അശ്വതി, മകം, അത്തം, മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർ ഗണപതി ക്ഷേത്രത്തിലും, ഭരണി, ചിത്തിര, അനിഴം, തൃക്കേട്ട വിട്ടനാളുകൾ ഭദ്രകാളി ക്ഷേത്രത്തിലും, സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും, കാർത്തിക, മകയിരം നക്ഷത്രക്കാർ ദേവീക്ഷേത്രത്തിലും, രോഹിണി, വിശാഖം, പൂയം, തിരുവോണം, പൂരുരുട്ടാതി, രേവതി നാളുകാർ മഹാവിഷ്ണു ക്ഷേത്രത്തിലും, പൗർണമി നാളിൽ ദുർഗാദേവി ക്ഷേത്രത്തിലും, തിരുവാതിര, പൂരം നക്ഷത്രക്കാർ ശിവക്ഷേത്രത്തിലും, പുണർദം, ഉത്രട്ടാതി നക്ഷത്രക്കാർ ശ്രീവിഷ്ണുസ്വാമി ക്ഷേത്രത്തിലും, ആയില്യം, ചതയം നക്ഷത്രക്കാർ നാഗക്ഷേത്രത്തിലും, ഉത്രം നാളുകാർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുകയും യഥാവിധി ആ ക്ഷേത്രത്തിലെ വഴിപാടുകൾ കഴിക്കുകയും വേണം. അതോടൊപ്പം തന്നെ ഓരോ നക്ഷത്രക്കാരും പോകേണ്ടതായ ക്ഷേത്രങ്ങളുടെ വിവരവും ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. കഴിയുമെങ്കിൽ ഒരിക്കലെങ്കിലും ആ ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.